ഹലോ. തായ്ലൻഡിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചാണ് ആ വീഡിയോ ഒക്കെ എടുത്ത് ആ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ കൂടെ അറിയിക്കണം എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്താ ചെയ്യുക, ആ സ്ഥലത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ പോയ എന്തൊക്കെ റൂൾസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലാഗില്ലാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. 5 ഡേ 4 നൈറ്റ് ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. പാക്കേജ് ഒക്കെ എടുത്തിട്ടുണ്ടോ പോയത്, കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലർ കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പൊ പാക്കേജ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അങ്ങനെ ദേ ഞങ്ങൾ പോയി 11:50-ക്കുള്ള എയർ ഏഷ്യ ഫ്ലൈറ്റ് ആണ് കേട്ടോ, കൊച്ചി ടു ബാങ്കോക്ക്. ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന്റെ എല്ലാ എക്സൈറ്റ്മെന്റ് എന്റെ മുഖത്തുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ദേവുട്ടിക്കും അതെ, ആൾ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഒരു 3 മണിക്കൂർ 40 മിനിറ്റാണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ ക്യാഷ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ കേട്ടോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോയത്. ആലുവയിൽ തന്നെ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പോകുന്നതിന്റെ അന്ന് ഒരു തായ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 2.57 റുപ്പീസ് സംതിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇതേ ടേക്ക് ഓഫ് ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റ് അധികം തന്നെ വേണമെങ്കിൽ പറയാം. ഇത് അവിടുത്തെ മെനു കാർഡാണ് കേട്ടോ, ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചേന്. പിന്നെ എന്താ പറയാ, ഞങ്ങളവിടെ ലാൻഡ് ചെയ്തു. അതായത് അവിടെ ഇവിടെയും തമ്മിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അവിടെ 1.5 മണിക്കൂർ ഫാസ്റ്റ് ആണ് കേട്ടോ. ദേവുട്ടി ഇറങ്ങിയപ്പോൾ തന്നെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ദേ ബാങ്കോക്ക് എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ക്യാബ് ഞങ്ങൾക്ക് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പേരൊക്കെ അവിടെ പിടിച്ചിട്ട് അങ്ങനെ ദേ ഞങ്ങൾ ക്യാബിൽ കയറി. ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ ട്രാവലുക്സീസ് ആണ് വൈറ്റ്ലയിലുള്ളത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഒരു ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഞങ്ങൾക്ക് അതിൻ്റെതായ ബഡ്ജറ്റൊക്കെ ഇട്ട് ചെയ്തു തന്നാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ പട്ടായയിലേക്ക് പോയി. ബാങ്കോക്കിൽ നിന്ന് 1.5 മണിക്കൂറാണ് പട്ടായയ്ക്ക്. പട്ടായയിലേക്ക് എത്തി. ഞങ്ങൾ ഫസ്റ്റ് ടൈഗർ പാർക്കിലായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ തന്നെ അവിടെ പറഞ്ഞിരുന്നു കേട്ടോ. അതൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് തായ്ലൻഡിലെ, നമ്മളിപ്പോൾ ആദ്യം കണ്ടതേ. പിന്നെ ദേവൂട്ടി ഞാൻ നെയ് റോസ്റ്റ് കഴിച്ചു, വിൻഷയുടെ ഉപ്മാവ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ ഞങ്ങൾ പ്രിഫർ ചെയ്തിരുന്നത്. കാരണം അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ ദേ അവിടെ നിന്ന് നമ്മളെ എൻട്രൻസിന്റെ അവിടെ നിന്ന് ഒരു ബഗ്ഗിൽ ഞങ്ങൾ ടൈഗർ പാർക്കിന്റെ ഉള്ളിലേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ അതിന്റെ ടൈഗർ പാർക്കിലെ വിശേഷങ്ങളാണ്. ഞങ്ങൾക്ക് ഈ പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു ഈ ബിഗ് ടൈഗറിന്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ട് കേട്ടോ. അതിൽ ടിക്കറ്റിൽ എഴുതുന്നത് 400 ബാത്ത് എന്നാണ്. അങ്ങനത്തെ ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മക്കളെ ഇരിക്കണ ഇരിപ്പ് കണ്ടോ. നമുക്ക് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ കോൺഫിഡൻസ് വാരി വിതറിയിട്ട് ഇതേ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷെ ആള് വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് താടിക്കും കൈക്കൊക്കെ ഇട്ട് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ, പുലിനോടോ മര്യാദക്കൊന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നാലും വലിയ പ്രശ്നക്കാരായിരുന്നില്ല. പുള്ളിയുടെ മൂഡ് ഓക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ദേവുട്ടിക്ക് ആദ്യം ഒരു ഇത്തിരി പേടിയുണ്ടായെങ്കിലും പിന്നെ കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ ദേ ഈ പുള്ളിക്കാരത്തിനെ ഞങ്ങൾ കണ്ടു. സിംഹം ഉണ്ടായിരുന്നു, ക്രോക്കഡൈൽ ഉണ്ടായിരുന്നു. അപ്പൊ സിംഹത്തിന്റെ കൂടെയൊക്കെ നമുക്ക് എക്സ്ട്രാ തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കാം. ഈ ക്രോക്കഡൈൽ ഷോ, ടൈഗർ ഷോ ഒക്കെ ഓരോ സമയത്താണ് കേട്ടോ. 11:30, 10:30, 10:45 അങ്ങനെയൊക്കെയാണ് ഓരോ ഷോ ഉള്ളത്. ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല, വേഗം അടുത്ത സ്പോട്ടിലേക്ക് പോകുമായിരുന്നു. കാരണം ദേവുട്ടിയുടെ മൂഡ് തീരെ മോശമായിരുന്നു. പുള്ളിക്കാരത്തേക്ക് വേറെ സ്ഥലത്തെത്തിയപ്പോൾ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ കാണുന്ന കണ്ടില്ലേ, സുഖജീവിതം. സമയത്തിന്റെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കളിക്കുക, ഫാന്റെ കാറ്റൊക്കെ കൊണ്ട് ഒരാൾ കിടക്കണുണ്ടല്ലേ. ഇതുകൂടാതെ 2 മാസം പ്രായമുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അയാളെ പെട്ടെന്ന് തന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ മിസ്റ്റർ റോൺ. പുള്ളിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇതേ ഇങ്ങനെ ചിരിച്ചു കാണിച്ചു. പിന്നെ നമുക്കിത് ഇവരോടൊക്കെ സംസാരിക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താണ് ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചത് കേട്ടോ. തായ് ലാംഗ്വേജും നമ്മൾ മലയാളത്തിൽ പറയും, തായ് ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് അങ്ങനെ. പിന്നെ ഞങ്ങളെത്തിയ ജെംസ് ഗാലറിയാണ്. അങ്ങനെ ജെംസ് ഗാലറിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ ഒരുപാടൊന്നും എനിക്ക് പകർത്താൻ പറ്റിയില്ല. കാരണം ഈ ജെംസ് ഉണ്ടാകുന്നത് രൂപപ്പെടുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സംഭവം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഗുഹയുടെ ഉള്ളിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു അവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ പോയത് ബിഗ് ബുദ്ധയിലേക്കാണ്. അപ്പോഴേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മുടെ സെയിം ക്ലൈമറ്റ് തന്നെയാണ് അവിടെയും. ഈ വെയിലത്ത് ഞങ്ങൾ ഇതേ ഇത്രയും പടിയൊക്കെ കയറി ബുദ്ധേനെ അവിടെ പോയി. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാനും ഇപ്പം നമ്മുടെ ഇവിടെ പറയും പോലെ വഴിപാടൊക്കെ കഴിപ്പിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ എന്താ ഒരുപാട് ആൾക്കാർ താമരയുടെ മുട്ടൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. കുറെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് ദേ കണ്ടില്ലേ. പിന്നെ ദേ അങ്ങനെ ഞങ്ങൾ അതിന്റെ ബാക്ക് സൈഡാണിത്. ഡേ ലൈഫിലെ പട്ടായ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ദേ ബാക്ക് സൈഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അതിന്റെ ആ റിങ്ങിന്റെ ഉള്ളില് കോയിന് ആഗ്രഹം പറഞ്ഞ് കോയിൻ ഇങ്ങനെ വീഴാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുന്ന പറയണേ. അപ്പൊ ഒരുപാട് പേര് വെച്ചു, ഞാനും വെച്ചു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ദേ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ദേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് വ്യൂ പോയിന്റിലേക്കാണ്. തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ്. അങ്ങനെ നട്ടുച്ചയ്ക്ക് ഇതേ അച്ഛനും മോളും കൂടി വ്യൂ പോയിന്റിൽ പോയി നിന്നിട്ട് ഈ കടൽ കാണുന്ന പരിപാടിയാണ്. ഭയങ്കര തിരയൊക്കെ കുറവാട്ടോ ഇവിടെ. പട്ടായയിലെ ഡേ ലൈഫ് എന്ന് പറയുന്നത് ശാന്തവും സമാധാനമുണ്ടോ, പക്ഷെ നൈറ്റാണ് വൈബ്. അത് ഞാൻ വഴിയാ പറയാട്ടോ.
അങ്ങനെ ദേ വ്യൂ പോയിന്റ് കണ്ട് നടന്ന് തളർന്ന് ദേ അമ്മച്ചിനോട് വന്നിട്ട് അമ്മച്ചിയെ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ദേ കപ്പൽ നാരങ്ങളൊക്കെ കലക്കി കൊണ്ടുവന്ന് ഒരു ലോഡ് ഐസ് ഉണ്ടായിട്ടോ. അതിൽ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ ദാഹം മാറ്റാനായിട്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത് അത് കുടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ദേ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഗോൾഡൻ ബീച്ച് പട്ടായ ഹോട്ടൽ നമ്മുടെ ബീച്ചിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേര് ഇവിടെ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഞങ്ങൾ പട്ടായയിൽ തന്നെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ പട്ടായ എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ പോലും ബാറ് നൈറ്റ് ലൈഫ് അങ്ങനെ മാത്രം ചിന്തിക്കരുത് കേട്ടോ. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഇതൊന്നും എനിക്ക് തോന്നണേ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരുപാട് സാധനങ്ങൾ കുറേയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. കുറെ ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ഉണ്ട് ഇവിടെ. നല്ല പക്ക ഫ്രൂട്ട്സ് ആയിരുന്നു എല്ലാം. പിന്നെ സാധനങ്ങളുടെ വിലയൊക്കെ പറയുമ്പോ ഒരു 100 ബാത്ത് 150 ബാത്ത് അതിനൊക്കെ തന്നെ. അതായത് നമ്മുടെ ഇവിടുത്തെ 200 രൂപ 250 രൂപയ്ക്ക് മേലേക്ക് തന്നെ സാധനങ്ങള്. പിന്നെ പറ്റിക്കൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കോപ്പി ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അങ്ങനെ ഞങ്ങള് നൈറ്റ് പട്ടായയിൽ അങ്ങനെ ഇങ്ങനെ നടന്ന് വേണം എന്നുള്ളവർക്ക് അവിടെ ഓട്ടോറിക്ഷ, നമ്മുടെ ഇവിടെ ഓട്ടോറിക്ഷ പറയും പോലെ ടുക് ടുക്ക്, അതിൽ കയറിയിട്ട് നമുക്ക് പോവാം. സ്കാം ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പറ്റിക്കപ്പെടുന്ന ടുക് ടുക്ക് വഴിയാണ്. എന്നാലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ ഇതേ ഫ്രൂട്ട്സ് മേടിച്ചു, മാങ്ങയാണ് മേടിച്ചത്. പിന്നെ ഇതേ ആയിരിക്കുന്ന സാധനങ്ങളോ നിങ്ങളുടെ എവിടെയൊക്കെ എന്താ പറയാന്നറിയില്ല, ബബ്ലൂസ് നാരങ്ങില്ലേ, അതിങ്ങനെ അല്ലിയൊക്കെ കളഞ്ഞ് അടിപൊളിയായിട്ട് വെച്ചിരുന്നു. ഇതാണ് മോനെ, നമസ്കാരം ചേട്ടാന്നും പറഞ്ഞ് തൊഴുത ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന്റെ എക്സാക്ട് സ്മെല്ല് എനിക്ക് ചിക്കൻ്റെ ആണ് ആക്ച്വലി കിട്ടിയത് അവിടെ നിന്നപ്പോൾ. പക്ഷെ ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. വേറൊന്നുമല്ല, വയറിളകിയ പിന്നെ ബാങ്കോക്കും പട്ടായൊക്കെ ശുഭം. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളൊരു മോളിൽ കയറി. അപ്പോൾ അതേ നമ്മുടെ ലുലു മോളിനോട് സാമ്യം തോന്നിക്കുന്ന എന്നാൽ അതിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു അടിപൊളി മോള്. അതിൽ കയറി പിന്നെ ഞങ്ങൾ ഇതേ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. ഞങ്ങളവിടെ കീ കൊടുത്തിട്ടുണ്ടോ പോയത്. അപ്പൊ റൂമൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ 8005 ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ദേ ലിഫ്റ്റിലേക്കൊക്കെ കയറി. അങ്ങനെ ദേ ഫസ്റ്റ് ഡേയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഞങ്ങൾ ഡിന്നറൊക്കെ ഇവർ പാക്കേജുകാർ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. റൊട്ടി, ഡാല്, ചിക്കൻ കറി, റൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് ഡേ അടുത്ത ദിവസമാണ് ശരിക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് കേസ്. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവർ കമന്റ് ആയിട്ട് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമുണ്ട്, എയർപോർട്ടിൽ നിന്ന് വന്ന് ഡയറക്റ്റ് ഉള്ള കറക്കമായിരുന്നല്ലോ. ബൈ ബൈ.